എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നാഥനായ ക്രിസ്തുവിൻ്റെ ജനന ദിവസമാണ് ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസിന് ഞങ്ങൾ നാട്ടിലാണ്, കാണുമ്പോൾ അറിയാലോ അല്ലേ, നല്ല പ്രകൃതി മനോഹരമായ സ്ഥലത്താണ് നിൽക്കുന്നത്. ചേർത്തിലാണ് കേട്ടോ ഞങ്ങളുടെ വീട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ക്രിസ്മസിന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് 2-3 ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് മട്ടൺ മജ്ബൂസാണ്, അല്ലെങ്കിൽ കപ്സ എന്ന് പറയും. മട്ടൺ കപ്സ അല്ലെങ്കിൽ മജ്ബൂസ് അതാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കി മടുത്തു, അതുകൊണ്ട് അത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ പിസ്സ ചെയ്യുന്നുണ്ട്. ചിക്കൻ പിസ്സയാണ്, വെജിറ്റബിൾ മിക്സ്ഡ് ആയിട്ടുള്ള ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഓട്സ് മിക്സ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇത്രയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മജ്ബൂസ് മസാലയ്ക്ക് വേണ്ടി 2 ടീസ്പൂൺ മല്ലി, മുഴുവത്തോടുള്ള മല്ലി, ഒരു ടീസ്പൂൺ കുരുമുളക്, കുറച്ച് ഒരു 4-5 എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള വറ്റൽ മുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂൺ ചെറുജീരകം, പിന്നെ മസാലകൾ. ഇത് സ്റ്റാർ അനൈസ് ഉണ്ട്, 2-3 പട്ടയുണ്ട്, ഗ്രാമ്പു, ഏലക്ക. ഇപ്പം പട്ടയൊക്കെ കൂടുതലെടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാറ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് ആദ്യമേ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഈ വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കാവേ. ഇതെല്ലാം കൂടെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം, തണുപ്പിച്ചിട്ട് വേണം നമുക്കൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മിക്സിയിലേക്കിട്ടൊന്ന് അടിച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ മസാല പുറത്താണ് ഇന്ന് തീ കത്തിക്കുന്നത്. കുറച്ച് റിസ്ക് ഒക്കെയാണ്, എന്നാലും നമുക്ക് കുറച്ച് തീ കത്തിച്ചെടുക്കാം. തീയൊന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. അപ്പം ഞാൻ കുറച്ചുകൂടെ മസാലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബേ ലീഫ് 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുജീരകം, ചെറുജീരകം, സ്റ്റാർ അനൈസ്, ഇതെല്ലാം എടുത്ത് ഇതൊന്ന് നമുക്കൊന്ന് പൊട്ടിച്ച് കൊടുക്കാവേ. ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. 3 സവോളയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കും. രണ്ട് കിലോ മട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാവേ. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് നമുക്ക് ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാവേ.
ഒരു 3 ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തേ. ഇനി ഞാൻ ഈ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കപ്സ മസാല, നമ്മൾ നേരത്തെ കാണിച്ച മസാല, അപ്പോൾ ഇത് ഞാൻ ചേർത്ത് കൊടുത്തേ. ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു. കുറച്ച് ക്യാരറ്റും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തേ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നിങ്ങൾ കുക്കറിലാണെങ്കിൽ കുക്കറിലാണ് കുറച്ചും കൂടി എളുപ്പമേ. അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. കൂടുതൽ വെള്ളം വേണ്ടി വരും, കാരണം നമുക്ക് ബിരിയാണി അരി ഇട്ട് വേവിക്കാനുള്ളതാണ്. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുകയാണ്. ഇതൊന്ന് വേകട്ടെ. കാഷ്നട്ട് മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാവേ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തേ. നമുക്ക് കാഷ്നട്ട് ഒന്ന് ഇട്ട് കൊടുക്കാവേ. കാഷ്നട്ട് മുന്തിരിങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കാവേ. അവിടെ മട്ടൺ കടന്ന് നന്നായിട്ട് വേകുന്നുണ്ട്, അപ്പം അത് വേകട്ടെ. അപ്പം അതിനുള്ള സാധനങ്ങൾ നമുക്കിവിടെ റെഡിയാക്കാവേ. സവോളയും ക്യാരറ്റും കൂടെ ഒന്ന് വറുത്തെടുക്കാവേ. ഒക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് തുറന്നു നോക്കുകയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം നമുക്ക് ഇച്ചിരി കൂടുതൽ ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇതൊന്ന് കോരുകയാണേ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്കൊന്ന് അരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ചിട്ടുണ്ട്, നമുക്കൊന്ന് അരി ഇട്ട് കൊടുക്കാം. ഇച്ചിരി പുതിനയില അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇതൊന്ന് തുറക്കാൻ പോവാണ്. ഒന്ന് കനലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മള്. മട്ടൻ മജ്ബൂസ് ശരിയായിട്ടുണ്ട്. മല്ലിയില ഇവിടെ കൂടാനുള്ള കാര്യം എന്താണെന്നുള്ള അറിയാമല്ലോ. യേശുവിൻ്റെ ക്രിസ്മസ് ദിനം, യേശുവിൻ്റെ ജന്മദിനമാണ്.
ആ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണിന്ന്. അത് ആ ദിവസത്തിൽ നമ്മൾ ഉച്ചയ്ക്കുള്ള ആഹാരം കഴിക്കുന്നതിന് ബേബി വളരെ കാര്യമായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി തന്നു. മട്ടൺ, ചിക്കൻ, ബീഫ് എല്ലാം ഭംഗിയായിട്ട് ഉണ്ടാക്കി നമ്മൾ നല്ല സന്തോഷത്തോടെ ആഹാരം കഴിച്ചു. അപ്പനും അമ്മയും നോക്കുക എന്നുള്ളത് വലിയൊരു വളരെയേറെ ഈ കാലഘട്ടത്തിൽ വളരെ പുറകോട്ട് പോകുന്ന ഒരു സംഭവമാണത്. പ്രായമായവരെ നോക്കുന്നതിന് ചെറുപ്പക്കാർക്ക് സമയമില്ല, മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ ആ നിലയിലേക്ക് വിട്ടുപേക്ഷിച്ച് ഞങ്ങളെ നോക്കുന്നതിന് ഇവിടെ വരികയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്? നമ്മുടെ പാവങ്ങൾ മാറ്റുന്നതിന്. കാരണം ഈ ആദവുമായ പാപം ഇത് ചെയ്തതോടുകൂടി മനുഷ്യർ പിന്നീട് പാപികളാവും. ആ പാപത്തിൽ നിന്ന് അവരെ മാറ്റുന്നതിന് വേണ്ടി ദൈവം മകനെ ഭൂമിയിലേക്ക് അയച്ചു. ആ അയച്ച ദിവസമാണിന്ന്. അത് നമ്മൾ ആഘോഷിക്കുക. അങ്ങനെ യേശു ദൈവത്തിൻ്റെ പുത്രനായിട്ട് മനുഷ്യാവതാരം ചെയ്തു. മനുഷ്യനായി ശിശുവായിട്ട് ലോകത്തിൽ പിറന്നു. അതെവിടെയാണ് പിറന്നത്? കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ. കഴിഞ്ഞ വർഷം ഇവിടെ ഇതുപോലെ തന്നെ ബിബിയും സോണിയൊക്കെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി ഞങ്ങളെ കാര്യമായിട്ട് സ്നേഹിക്കുകയും ചെയ്തു. ഈ വർഷവും അതുപോലെ തന്നെ ഇത് ചെയ്തു. അതിന് ബിബിയുടെ മമ്മിയൊക്കെ ഇവിടെ വന്നു. അതുകൊണ്ട് എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. സോണിക്കും അതുപോലെ തന്നെ